സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ എന്ന വലിയൊരു രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, പരിശുദ്ധി അമ്മയുടെ മകൻ ഈശോയാണ്, പാപമില്ലാത്തവനാണ്. അങ്ങനെ പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് യോഹന്നാനെ മാറ്റുകയാണ് ഈശോ ചെയ്തത്. പരിശുദ്ധി അമ്മയെ മാറ്റുകയല്ല ചെയ്തത്, മറിച്ച് യോഹന്നാനെ പാപമില്ലാത്തവനാക്കി മാറ്റി. നമ്മെ ഓരോരുത്തരെയും അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപമില്ലാത്തവരാക്കി മാറ്റി. നാം പാവമില്ലാത്തവരായി മാറി എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മകനായി, അതെ, ഈശോയായി. അങ്ങനെ അവൻ നമ്മെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ തിരക്തം കൊണ്ട് കഴുകിക്കളഞ്ഞ് അമ്മയ്ക്ക് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനാണ്? ഈ ഭൂമിയിൽ അവൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ. അതുകൊണ്ട് അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കും ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.